ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ ഈ മിനിസ്ട്രിയുടെ ഈ ശുശ്രൂഷയിലേക്ക് വരാൻ കർത്താവ് തന്ന ഈ വലിയ ഭാഗ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ വലിയ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് തന്ന ഈ അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ്. നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ എനിക്കൊരു വചനം തന്നു. ആ വചനം നമുക്കൊരു നിമിഷം ഒന്ന് കേൾക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 26-ാമത്തെ വചനത്തിന്റെ ആദ്യ ഭാഗമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ന്റെ 26 സാംസന്റെ ഒരു പ്രാർത്ഥനയാണ്. സാംസൺ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു, ദൈവമായ കർത്താവെ, എന്നെ ഓർക്കണമേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. പ്രിയപ്പെട്ടവരെ, ആ വചനം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ശ്രവിക്കാം. അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു, ദൈവമായ കർത്താവെ, എന്നെ ഓർക്കണമേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുടെ ജ്വലനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് സ്വർഗത്തോട് ഈ സമയത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നെ ഓർക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ബലഹീനതകളും എല്ലാ കുറവുകളും ഞാനും നിങ്ങളും ആയിരിക്കുന്ന എല്ലാ അവസ്ഥകളും സ്വർഗസന്നിധിയിലേക്ക് സമർപ്പിച്ച്, കർത്താവെ, ഇന്ന് വരെ ലഭിച്ചിട്ടില്ലാത്ത വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളെ അതിനായി സമയത്ത് സ്വർഗത്തിൽ ഓർക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി ഈശോയെ ഒന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. യേശുവേ, 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 യേശുവേ. കൃപകൾക്ക് വേണ്ടി യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. മക്കളെ, ഒരിക്കൽ കൂടി ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ സമരിയാക്കാരി സ്ത്രീയോട് ഈശോ പറയുകയാണ്. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ജീവിതത്തിന്റെ തകർച്ചകളിൽ നിന്ന് എല്ലാവിധ നാണക്കേടും മാനക്കേടും സഹിച്ച് യേശുവിന്റെ അടുക്കലേക്ക് വന്ന് തന്റെ അജ്ഞതയിൽ അവൾ യേശുവിനോട് സംസാരിക്കുമ്പോൾ സ്വർഗത്തിന്റെ സൗജന്യ ദാനമായി യേശു പറഞ്ഞു, നിന്റെ മുമ്പിൽ ഇരിക്കുന്നത് നിന്നോട് കുടിക്കാൻ തരിക എന്ന് ആവശ്യപ്പെടുന്ന ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ ആ യേശുവിനോട് ജീവജലം ചോദിക്കുമെന്നാണ് ഈശോ അവളോട് പറഞ്ഞത്. ആ ഈശോ കൂടാരത്തിൽ നാളിൽ യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വചനത്തില് അവൻ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ഈ സമയത്ത് സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. ദാഹമുള്ള ഒരു ഹൃദയം, ദാഹമുള്ള ഒരു ആത്മാവോടുകൂടി ഈശോയുടെ സന്നിധിയിലായിരിക്കാൻ നമുക്കെല്ലാം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് തുറന്നു കൊടുക്കാം. കർത്താവേ, ജീവജലത്തിന്റെ അരൂപിയായി എന്നിൽ നിറയണം.
ആത്മാവിന്റെ കൃപയായി എന്നിൽ നിറയണം. എൻ്റെ ജീവിതത്തെ നിന്റേതാക്കി മാറ്റണം. എല്ലാ മക്കളും ആഗ്രഹിച്ച് ആ ഈശോയോട് ഇന്ന് ചോദിക്കാൻ, നിന്റെ ജീവിതകാലം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കാൻ ഒരു ദാനമേ ഉള്ളൂ, ഒരു വാഗ്ദാനമേ ഉള്ളൂ. അത് പരിശുദ്ധാത്മാവാണ്. ഓ പൊന്നു പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിന്റെ ഒരു ഗാനം നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ നിറച്ച് അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ കണ്ണുകൾ അടച്ച് ആത്മാവിനോട് ചേർന്ന് നമുക്ക് ഒരു പാട്ടുണ്ട്. ഈ ശുശ്രൂഷയെ മുഴുവനായി അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ നിങ്ങൾക്ക് സുഖമാണോ? ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വലിയ ദൈവശാസ്ത്രങ്ങളൊന്നും നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, നിങ്ങളോട് പറയണം, പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിന്റെ ആ ഒരു ആഴം വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങളോട് സംസാരിക്കാനാണ് ഈശോ പറഞ്ഞിരിക്കുക. പരിശുദ്ധാത്മാവ് എന്താണ്, ആരാണ്, എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതെല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം വലിയ വൈദികരുടെയൊക്കെ പ്രബോധനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് ഇന്ന് എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവുമായുള്ള ആ കൂട്ട്, ആ ബന്ധം, അത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് നിങ്ങളോട് പറഞ്ഞു കൊടുക്കണമെന്നാണ്. അതിനു മുന്നോടിയായിട്ട് നിങ്ങളെ ഞാൻ 4 പ്രാർത്ഥനകൾ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വചനം, ജ്ഞാനം 1:7 അതിമനോഹരമായൊരു വചനം എഴുതി വെച്ചിരിക്കുകയാണ്. ഇപ്രകാരമാണ് വചനം എഴുതിയിരിക്കുക: കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് എന്തെന്ന് അറിയുന്നു. ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക് ആ വചനം. കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് എന്തെന്ന് വ്യക്തമായി അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ പ്രത്യേകത ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ വചനം പറയാണ്, കർത്താവിന്റെ ആത്മാവ് ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ആത്മാവിനൊരു പ്രത്യേകതയുണ്ട്, അതെല്ലാറ്റിനെയും ആലിംഗനം ചെയ്യും, അതെല്ലാറ്റിനെയും കെട്ടിപ്പിടിക്കും, എല്ലാറ്റിനെയും ചേർത്ത് പിടിക്കും. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ ലോകം നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആ ആത്മാവ് എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്നതാണെങ്കിൽ ആ ആത്മാവ് നീ എന്തു പറയുന്നു, മനുഷ്യനായ നീ എന്തു പറയുന്നു അത് അറിയുന്നു എന്നാണ് വചനം പറയുക. കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് എന്തെന്ന് വ്യക്തമായി അറിയുന്നു. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഇന്റിമസി, ഈ റിലേഷൻഷിപ്പ് വർദ്ധിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനോട് പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണമേ. പരിശുദ്ധാത്മാവെ, എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണമേ. നിങ്ങളൊന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം പറയാണ്, എല്ലാറ്റിനെയും ആശ്ലേഷിക്കുക, ഒന്നിനെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാറ്റിനെയും ഇങ്ങനെ ചേർത്ത് പിടിക്കുക, എല്ലാത്തിനെയും തൻ്റേതാക്കുന്ന ഒരു പ്രത്യേകത പരിശുദ്ധാത്മാവിനുണ്ട്. അപ്പൊ നീ പരിശുദ്ധാത്മാവെ എന്ന് പ്രാർത്ഥിക്കുമ്പോ ആ പരിശുദ്ധാത്മാവ് നിന്നെ തൻ്റേതാക്കി മാറ്റുകയാണ്. അപ്പൊ നീ ബോധപൂർവം പറയുകയാണ്, മനുഷ്യനായി നീ പറയുകയാണ്, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണമേ, എന്നെ നിന്റേതാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുമ്പോൾ വരങ്ങളോ ദാനങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾ ചോദിക്കണം, പരിശുദ്ധാത്മാവെ എന്നെ നിന്റേതാക്കി മാറ്റണമേ, എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തില് ഒരു വലിയ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടുണ്ട്. ഒത്തിരി സങ്കടം നിറഞ്ഞ ഒരു ദിവസം. ഇനി നാളെ പ്രഭാതം ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിച്ച ഒരു രാത്രിയുണ്ട് എൻ്റെ ജീവിതത്തില്. അതിനുശേഷം അതുപോലെ രാത്രി എനിക്ക് ഉണ്ടായിട്ടില്ല. അത്രമാത്രം ഞാൻ വേദനിച്ചൊരു രാത്രി. എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല,
പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച എനിക്ക് ശുശ്രൂഷയുണ്ട്. ശുശ്രൂഷയ്ക്ക് വചനം പറയാൻ നിന്നിട്ട് എൻ്റെ കണ്ണുകൾ അറിയാതെ നിറയുകയാണ്. ആളുകളൊന്നും അറിയുന്നില്ല. ഞാൻ കണ്ണുനീരോടെ ശുശ്രൂഷയെല്ലാം ചെയ്തു, ആരാധനയെല്ലാം നടത്തി. അതിനുശേഷം വൈകിട്ട് 4 മണിക്ക് എനിക്ക് മറ്റൊരു സ്ഥലത്ത് ധ്യാനമുണ്ട്. അപ്പൊ ഞാന് വണ്ടിയിൽ കയറി ബസ്സിൽ കയറി, നാട്ടിലായിരിക്കുന്ന സമയത്താണ്. ബസ്സിൽ കയറി ഞാനൊരു പള്ളിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ധ്യാനം പറയാൻ പറ്റില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം എൻ്റെ മനസ്സ് മുറിഞ്ഞ് തകർന്നിരിക്കുകയാണ്. ഞാൻ അവിടെ ആ ബലിപീഠത്തിന്റെ അടിയിൽ ചെന്ന് ഞാനിങ്ങനെ കമന്നു കിടന്നിട്ട് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവേ, എന്നെയൊന്ന് ആലിംഗനം ചെയ്യണം. എനിക്ക് ഒരു വാക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ഞാൻ ഈ നിമിഷം തകർന്നു പോകും. ആർക്കും അറിയില്ല എൻ്റെ വേദന എന്താണെന്ന്. ഞാൻ തകർന്നു പോകും. നീ എന്നെയൊന്ന് ആലിംഗനം ചെയ്യണം, എന്നെ നിന്റേതാക്കി മാറ്റണമെന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റ് ഞാൻ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തില് ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത ശക്തമായ ഒരു മനുഷ്യകരം പോലെ തൂവലുകൾ കൊണ്ട് എന്നെ പൊതിയുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിലേക്ക് ആ നിമിഷം കടന്നു വരുക. വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യനായ ഞാൻ ബലിപീഠത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ, എന്നെയൊന്ന് ആലിംഗനം ചെയ്യണമേ, എന്നെ നിന്റേതാക്കി മാറ്റണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം അഭിഷേകത്തോടെ വചനം പറഞ്ഞ് മറ്റൊരു ദിവസമില്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായി എന്നിലേക്ക് വന്നിറങ്ങി. അന്ന് ആ നിമിഷം തൊട്ട് ഈ സമയം വരെ ആ ഒരു സങ്കടത്തെ കുറിച്ചോർത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തില് പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ ആലിംഗനം ചെയ്തു, തൻ്റേതാക്കി മാറ്റിയ ഒരു അനുഭവം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വചനം പറയുമ്പോൾ, നമ്മളൊരു വചനം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനം ലിറ്ററലി എൻ്റെ ജീവിതത്തിലേക്ക് വരണം. നിങ്ങൾ ഈ അനോയിന്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയണം, പരിശുദ്ധാത്മാവേ, എന്നെ നിന്റേതാക്കി മാറ്റണേ, എന്നെ നിന്റേതാക്കി മാത്രം മാറ്റണേ പരിശുദ്ധാത്മാവേ എന്ന് എത്രമാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അത്രമാത്രമാണ് പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ ഓരോരുത്തരെയും അവിടുത്തേതാക്കി മാറ്റുക. നമുക്കാർക്കും വരങ്ങളല്ല വേണ്ടത്, ദാനങ്ങളല്ല വേണ്ടത്. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ, നീ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലും. ഈ ഒരു കൃപ, അത് വ്യക്തിപരമായ ജീവിതത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ആത്മാവ് ടച്ച് ചെയ്യുന്ന ഒരു വ്യക്തി, പരിശുദ്ധാത്മാവിന്റെ കരമുള്ള ഒരു വ്യക്തി, ആ ഒരു കൃപ നമുക്ക് ചോദിക്കണം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ, എന്നെയൊന്ന് ആലിംഗനം ചെയ്യണമേ, എൻ്റെ പരിശുദ്ധാത്മാവേ, എന്നെയൊന്ന് ആലിംഗനം ചെയ്യണമേ. എല്ലാ ഹൃദയങ്ങളും പ്രാർത്ഥിച്ചു. നമുക്ക് ഇപ്പൊ തന്നെ ആ ഒരു ടച്ച്, ആ ഒരു ഫീലിംഗ് ഉണ്ടാകട്ടെ എല്ലാ ഹൃദയങ്ങൾക്കും. ഈ പ്രഭാതത്തിൽ ആഗ്രഹിച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, എന്നെയൊന്ന് ആലിംഗനം ചെയ്യണേ പരിശുദ്ധാത്മാവേ, എന്നെ നിന്റേതാക്കി മാറ്റണേ പരിശുദ്ധാത്മാവേ, എന്നെ നിന്റേതാക്കി മാത്രം മാറ്റണമേ എന്ന് ഒത്തിരി ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ച് നീ എന്ന വ്യക്തിയെ മുഴുവൻ കൊടുക്കുക പരിശുദ്ധാത്മാവിന്. ഈ ധ്യാനം കൂടുമ്പോ അത് നിന്റെ ജീവിതത്തിൽ അനുഭവമായി മാറുവാൻ പരിശുദ്ധാത്മാവേ, എന്നെയൊന്ന് ആലിംഗനം ചെയ്യണം. കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുകയും എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യനായ നീ എന്തു പറഞ്ഞാലും അതറിയും. തന്നെ നിന്റേതാക്കി മാറ്റുന്ന ആ പരിശുദ്ധാത്മാവ് നിന്നെ ഇപ്പൊ ആലിംഗനം ചെയ്യും. എൻ്റെ പരിശുദ്ധാത്മാവേ, എന്നെയൊന്ന് ആലിംഗനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായ ജീവിതത്തിൽ വ്യക്തിപരമായ അനുഭവങ്ങളാണ് നമ്മളെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുക. ഒത്തിരി സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന്, പരിശുദ്ധാത്മാവിന് മണവാട്ടിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ പ്രാർത്ഥന എന്താണ്? പരിശുദ്ധാത്മാവെ, എന്നെയൊന്ന് ആലിംഗനം ചെയ്യണം. ഇന്ന് മുഴുവൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കണം, പരിശുദ്ധാത്മാവെ, എന്നെയൊന്ന് ആലിംഗനം ചെയ്യണമേ. വ്യക്തിപരമായ ഒരു അനുഭവം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാവിങ്ങനെ ഇരിക്കുന്ന അനുഭവം, തന്റെ സ്നേഹത്തിന്റെ തൂവലുകൾ കൊണ്ട് നമ്മളെ പൊതിയുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഇനി ഈ പരിശുദ്ധാത്മാവ് നമ്മെ ആലിംഗനം ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കണം. അതിങ്ങനെ കണ്ടിന്യൂവേഷൻ ആണ്. ഈ ആലിംഗനം എപ്പോഴും കിട്ടാനായിട്ട് ഒരു കാര്യം സംഭവിക്കണം. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വചനം.
വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. അതായത് എൻ്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ നടക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ സ്നാനപ്പെടുക, പൗത്രീകരിക്കപ്പെടുക, നീതീകരിക്കപ്പെടുക. പരിശുദ്ധാത്മാവ് നമ്മളെ ആലിംഗനം ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ സെൽഫിന്, ഞാനെന്ന വ്യക്തിയുടെ ഈഗോയ്ക്ക് മരിച്ചുകൊണ്ടേയിരിക്കണം. എൻ്റെ സെൽഫിന് ഞാൻ മരിക്കണം, ഞാൻ നവീകരിക്കപ്പെടണം, ഞാൻ പൗത്രീകരിക്കപ്പെടണം, ഞാൻ വീണ്ടും ജനിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ ആലിംഗനം ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഭാതം മുതൽ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മുടെ ചിന്തയിൽ നമ്മൾ പലതിനും മരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാവനകൾ പലതിനും നമ്മൾ മരിക്കേണ്ടതുണ്ട്. നമ്മുടെ വാക്കുകളിൽ പലതിനും നമ്മൾ മരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ മരിക്കേണ്ട ഒരു തലമുണ്ട്. നമ്മുടെ വ്യക്തി ബന്ധങ്ങളിൽ ചിലതിലൊക്കെ നമ്മൾ മരിക്കേണ്ടതുണ്ട്, ചിലതൊക്കെ നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്, ചിലതിനെയൊക്കെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവണതയാണ് ഇഷ്ടമില്ലാത്തതിനെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത, അതിനെ അങ്ങ് വേണ്ടെന്ന് പറഞ്ഞ് തള്ളി മാറ്റുന്ന ഒരു പ്രവണത എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. അത് നമ്മളൊക്കെ എത്ര ധ്യാനം കൂടിയാലും എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും എൻ്റെ മനസ്സിന് ഇഷ്ടമില്ലാത്തതിനെ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു അവസ്ഥ എന്നിലുണ്ട്. അതെൻ്റെ സെൽഫിൽ ഞാൻ മരിക്കാത്തത് കൊണ്ടാണ്. ഈ പരിശുദ്ധാത്മാവ് എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ സ്വന്തമായ ഞാനും നീയും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എനിക്കിഷ്ടമില്ലാത്തതിനെ, എന്നെ വേദനിപ്പിക്കുന്നതിനെ, എന്നെ കുറ്റപ്പെടുത്തുന്നതിനെ, എന്നെ വിമർശിക്കുന്നതിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ. ചിലപ്പോൾ അത് തീക്കല്ലിൽ ഇങ്ങനെ കൈ പിടിക്കുന്നത് പോലെയാ, പൊള്ളിക്കൊണ്ടിരിക്കും. എന്നാലും ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണം. എനിക്കറിയാം എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട് സങ്കടങ്ങളുടെ കുറേയധികം കൂമ്പാരം ഉണ്ടാകും. അതിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അവിടുന്ന് ഓടി ഒളിക്കാൻ ഒരു ശ്രമം നമുക്കുണ്ടാകും. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ എന്നോട് പറഞ്ഞില്ലേ നിന്നെ ഒന്ന് ആലിംഗനം ചെയ്യാൻ. അങ്ങനെയെങ്കിൽ ഈ ഇഷ്ടമില്ലാത്തതിനെ ചേർത്ത് പിടിക്കുമ്പോ ഞാൻ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് പ്രഭാതത്തില് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇന്നേ ദിവസം എനിക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കാൻ എൻ്റെ സ്വർഗം എൻ്റെ മുമ്പിലേക്ക് ഇട്ടു തരുമ്പോ ഒരു കൃപ ചോദിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവേ, അതിനെ ഒന്ന് ആലിംഗനം ചെയ്യാൻ എന്നെ സഹായിക്കണം. നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രാക്ടിക്കൽ ലെവലാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമതൊരു പ്രാർത്ഥന. ഒന്നാമത്തെ പ്രാർത്ഥന, പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണമേ. നമ്മുടെ ജീവിതത്തില് നമ്മളെ തകർക്കുന്നവരെ ചേർത്ത് പിടിച്ചിങ്ങനെ സ്നേഹിക്കണം. മധുരമായിട്ട് പുഞ്ചിരിക്കാൻ പരിശുദ്ധാത്മ വരുമ്പോഴേ സാധിക്കുകയുള്ളൂ. നമ്മുടെ സെൽഫിനൊന്ന് മരിച്ചോണ്ടിരിക്കണം. നമ്മൾ മരിക്കുക, നമ്മുടെ കുറെ കാര്യങ്ങൾക്ക് മരിക്കണം. അപ്പോഴാ പരിശുദ്ധാത്മ നമ്മൾ ജീവിക്കുക. ഇനി രണ്ടാമത്തെ പ്രാർത്ഥന എഫേസൂസ് 5:18. വിശുദ്ധ പൗലോസ്ലീഹ എഫേസൂസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വചനമാണ്. 5:18 നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകും. ആ വചനത്തിലേക്ക് നിങ്ങൾ നോക്കിക്കേ. 2-3 സെന്റൻസ് ആണ് ആ വചനത്തിലുള്ളത്. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്. പൗലോസ്ലീഹ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞു വെക്കണം, ഒരു പ്രസ്താവന. ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു വെച്ചു. അരുത് എന്നൊരു കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു എന്തുകൊണ്ട്, അതൊരു കാരണം പറഞ്ഞു തരികയാണ്. അതിൽ ദുരാസക്തിയുണ്ട്. എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമുണ്ട്. എന്നിട്ട് പറഞ്ഞു മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. ശ്രദ്ധിക്കണം വചനം, ആത്മാവിനാൽ പൂരിതരാകുവിൻ. പ്രിയപ്പെട്ടവരെ, വചനത്തിലേക്ക് നോക്കിക്കേ. ആത്മാവിൽ പൂരിതരാകും എന്നാണ് എഴുതിയത്, അതോ പൂരിതരാകുവിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്? എന്താണ് എഴുതിയിരിക്കുന്നത്? ആത്മാവിൽ പൂരിതരാകുവിൻ. അപ്പോൾ വചനം നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളുക. പ്രസന്റ്
കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇത്. ആത്മാവിൽ പൂരിതരാകുവിൻ. ആത്മാവിൽ പൂരിതരാകും, ഫ്യൂച്ചർ അല്ല. ആത്മാവിൽ പൂരിതരായി എന്നല്ല, ആത്മാവിൽ പൂരിതർ ആകുവിൻ. ഇറ്റ്സ് ഗോയിങ് ഓൺ. ഇതൊരു പ്രോസസ്സാണ്, നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പൊ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. എന്നിട്ട് പറഞ്ഞു, നീ എന്താണ് ചെയ്യേണ്ടത്? നീ ഇത് ചെയ്യണം, ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. വീഞ്ഞിനെ ഒരു സ്ഥലത്തേക്ക് എടുത്തു വെച്ചു, ഹോളി സ്പിരിറ്റിനെ ഒരു സ്ഥലത്തേക്ക് എടുത്തു വെച്ചു. വീഞ്ഞും ഹോളി സ്പിരിറ്റും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. വീഞ്ഞും പരിശുദ്ധാത്മാവും തമ്മിൽ നേരെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു ബന്ധവും ഇല്ല. പക്ഷെ രണ്ടിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? വീഞ്ഞിനും പരിശുദ്ധാത്മാവിനും ഒരു സെയിം പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ആർക്കെങ്കിലും പറയാൻ പറ്റും? രണ്ടിനും ലഹരിയുണ്ട്. രണ്ടിനും ലഹരിയുണ്ട്. വീഞ്ഞ് കുടിക്കുന്ന ഒരു വ്യക്തി, ആ വീഞ്ഞ് അവനിലേക്ക് അത് കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുമ്പോ അവന്റെ ചിന്ത മാറും, അവന്റെ വാക്കു മാറും, അവന്റെ പ്രവൃത്തി മാറും. അവനെന്ന വ്യക്തി മൊത്തത്തോടെ മാറുകയാണ്. ആ വീഞ്ഞിന്റെ ലഹരി അവനെ മൊത്തത്തോടെ മാറ്റുന്നത് പോലെ തന്നെയാണ് പരിശുദ്ധാത്മാവാകുന്ന ലഹരിയിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോ അവന്റെ ചിന്ത മാറാൻ തുടങ്ങും, അവന്റെ വാക്ക് മാറാൻ തുടങ്ങും. ഒന്നും അറിയില്ലാത്ത മുക്കുവനെ പത്രോസ് സിംഹാസനത്തിലേക്ക് എന്നതുപോലെ സഭയുടെ തലവനാക്കി ഈശോ മാറ്റിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ലഹരി ഒന്നുകൊണ്ട് മാത്രമാണ് അത് സാധിക്കുക. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ പ്രാർത്ഥന നിങ്ങളെ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ലഹരി പിടിപ്പിക്കണമേ. എന്താണ് പ്രാർത്ഥന? പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ലഹരി പിടിപ്പിക്കണമേ. ഒന്നാമത് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്താണ്? പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണമേ, ഇഷ്ടമില്ലാത്തതിനെ ചേർത്ത് പിടിക്കുക. രണ്ടാമത്തെ എന്താണ്? പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് ലഹരി പിടിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് ലഹരി പിടിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് ഈ ഒരു ലഹരി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു അഭിഷേകം വന്നിറയുന്ന ഒരു ലഹരി അല്ല. ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുക, ഈ ഒരു ലഹരി എന്ന് പറയുന്നത് കുരിശിനെ പ്രണയിക്കാനുള്ള ഒരു ലഹരിയാണ്. ജീവിതത്തിലെ സഹനങ്ങളെ എടുത്തുകൊണ്ട് ക്രൂശിതന്റെ പിന്നാലെ പോകാനുള്ള ഒരു ലഹരിയാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടത്. പരിശുദ്ധാത്മാവിനെ ലഹരി പിടിപ്പിക്കണമേ. യേശു ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. അവിടെ സന്തോഷമായിരുന്നോ? ആണോ? ഈശോയുടെ മരുഭൂമി ജീവിതം സന്തോഷമായിരുന്നോ? അല്ല. അവിടെ ഈശോയ്ക്ക് പ്രലോഭനങ്ങൾ ഏറെയായിരുന്നു, അവിടെ സഹനങ്ങൾ ഏറെയായിരുന്നു. ആത്മാവിൽ ലഹരി പിടിപ്പിക്കപ്പെടുമ്പോ ജീവിതത്തിലേക്ക് വരുന്ന സഹനങ്ങളുണ്ടല്ലോ, കുരിശ്, ആ കുരിശിനെ പ്രണയിക്കാൻ ഉള്ള ഒരു കൃപയാണ് പക്ഷെ നമുക്ക് തരിക. നമ്മൾ പരിശുദ്ധാത്മാവിനോട് എന്നെ ഒന്ന് ലഹരി പിടിപ്പിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്നത് കുരിശിനോട് ചേർന്നിരിക്കാനുള്ള ഒരു കൃപയാണ്. നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ്ങിന് വേണ്ടി എല്ലാ വർഷവും പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഞാൻ വിചാരിക്കുക നമ്മൾ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അടുത്ത വർഷവും നമ്മൾ ഈ പ്രാർത്ഥന ഉണ്ടാകും. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ഈ പരിശുദ്ധാത്മാവ് ഞാനെന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്രമാത്രം ചേർന്ന് വന്നു. കഴിഞ്ഞ വർഷത്തെ അതേ സ്വഭാവം തന്നെയാണ് എനിക്ക് ഇപ്പോഴും നിൽക്കുന്നതെങ്കിൽ, കഴിഞ്ഞ വർഷത്തേത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ കുറവുകളെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എവിടെയാണ് എനിക്ക് മാറ്റം? അന്നും ഞാൻ പരാതി പറയുന്ന വ്യക്തിയാണ്, ഇന്നും ഞാൻ പരാതി പറയുന്ന വ്യക്തിയാണ്. അന്നും ഞാൻ കഠിനമായി ദേഷ്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, ഇന്നും ഞാൻ കഠിനമായി ദേഷ്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിന്റെ ലഹരി എന്നെ തൊട്ടിട്ടില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ പ്രണയിക്കാനുള്ള ഒരു കൃപയാണ് ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു മേടിക്കേണ്ടത്. പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ലഹരി പിടിപ്പിക്കണേ. സഹിക്കാനുള്ള ഒരു കൃപ, പ്രിയപ്പെട്ടവരെ, സഹിക്കാനുള്ള ഒരു കൃപ. വിശുദ്ധരെ പോലെ, രക്തസാക്ഷികളെ പോലെ തകർക്കപ്പെടാനുള്ള ഒരു ലഹരി നിങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, കർത്താവേ എന്റെ ജീവിതത്തെ അവര് പറഞ്ഞു കുരിശിൽ തറയ്ക്കാൻ തന്നെ പത്രോസ് പറഞ്ഞു, എന്റെ കർത്താവിനെ പോലെ വേണ്ട, എന്നെ തലകീഴായിട്ട് കുരിശിൽ തറച്ചാൽ മതി.
ലഹരിയാ. യേശുവിന് വേണ്ടി തകർക്കപ്പെടാൻ ഒരു ലഹരി നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിൽ അത് ആവശ്യമാണ്. നമ്മൾ ഈ ലഹരി കിട്ടാതെ നമ്മൾ കുറെ നേരം സ്തുതിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഭാഷാവരങ്ങൾ കിട്ടിയിട്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് വേണ്ടത് ഈ ലഹരിയാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവേ, എന്നെയൊന്ന് സഹനത്തിലേക്ക്, തകർച്ചയിലെ കുരിശിനോട് ചേർന്നിരിക്കാൻ, കുരിശെടുക്കാനുള്ള ഒരു ലഹരി തരണേ എന്ന് പ്രാർത്ഥിക്കണം. പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ നിങ്ങൾ ആത്മാവിൽ പൂരിതരാകുവിൻ. ഇത് കർത്താവിന്റെ ഒരു കമാൻഡ്മെന്റ് ആണ് പ്രിയപ്പെട്ടവരെ. ഇതൊരു കൽപ്പനയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇറ്റ് മസ്റ്റ് യു ഡു. ഇതൊരു കൽപ്പനയാണ്. നീ ആത്മാവിൽ പൂരിതരാകുവിൻ. ഇത് ദൈവം പറയുമ്പോ, പൗലോസ് ശ്ലീഹായുടെ കർത്താവ് ഈ വചനം പറയുമ്പോ നമുക്കറിയാം, കാനായിലെ കല്യാണ വിരുന്നിൽ അവിടെ 6 കൽഭരണികളുണ്ട്. വെള്ളം നിറച്ചു വെക്കാത്ത 6 കൽഭരണി. അപ്പൊ നമുക്ക് സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ഈശോ ആ കൽഭരണിയെ നോക്കി എന്താ കൽപ്പിച്ചേ? എന്താ ഈശോ പറഞ്ഞ കൽഭരണിയെ നോക്കി? വക്കോളം വെള്ളം നിറയ്ക്കും. വക്കോളം എന്ന് ഈശോ പറഞ്ഞില്ല. എന്ത് പറഞ്ഞു? അതിൽ വെള്ളം നിറയ്ക്കുവിൻ. ഈശോ പറഞ്ഞില്ല വക്കോളം എന്ന് ഈശോ പറഞ്ഞില്ല. ഈശോ പറഞ്ഞു അതിൽ വെള്ളം നിറയ്ക്കുവിൻ. അവരെങ്ങനെ നിറച്ചു? അവരെല്ലാം വക്കോളം നിറച്ചു. എന്തുകൊണ്ട്? അവർക്ക് വേണമെങ്കിൽ അരപ്പാത്രം ആക്കാമായിരുന്നു, അല്ലേ? അവർക്ക് വേണമെങ്കിൽ കാൽപാത്രം ആക്കാമായിരുന്നു. അവർക്ക് വേണമെങ്കിൽ ഇത്രയും കഴുത്ത് വരെ ആക്കാമായിരുന്നു. വക്കോളം നിറഞ്ഞു തുളുമ്പുവോളം അവര് നിറച്ചു. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ പൂരിതരാകുവിൻ. വക്കോളം നിറയണം. ഈശോ ശൂന്യതയെ നോക്കി, ശൂന്യമായി കൽഭരണിയെ നോക്കി പറഞ്ഞു, കൽഭരണി നീ നിറയപ്പെടണം. നീ നിറയപ്പെട്ടേ മതിയാകൂ. അതുപോലെ ആത്മാവിന്റെ ശൂന്യതയുള്ള എന്റെ ജീവിതത്തെ നോക്കി സ്വർഗം ഒരു കൽപ്പന പുറപ്പെടുവിക്കുക. മകനെ, മകളെ, നീ പരിശുദ്ധാത്മാവിൽ പൂരിതരാകുവിൻ. നിന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ പൂരിതം കുറവുണ്ട്, ശൂന്യതയുണ്ട്. നീ പൂരിതരാകണം. നീ ലഹരി പിടിക്കണം. ഒരു ലഹരി കിട്ടിയ ആ പരിശുദ്ധാത്മാവിന്റെ ലഹരിക്ക് വേണ്ടി, നിറയ്ക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ ആഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആത്മാവിന്റെ നിറവ് അത് വക്കോളം നിറയണം. സ്വർഗത്തിന്റെ ആഗ്രഹമാണ്. ഈ അനോയിന്റിങ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ ഒരുങ്ങിയിരിക്കുമ്പോ നീ പറയണം, എന്റെ പരിശുദ്ധാത്മാവേ, എന്നെ വക്കോളം നിറയ്ക്കണം. അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണം. ഞാൻ ശൂന്യതയുള്ള വ്യക്തിയാ. കുരിശനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോ ഫ്രാൻസിസ് അസീസി കുരിശന്റെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചില്ലേ? കർത്താവേ, ഞാൻ ചെയ്യുന്നൊക്കെ നിനക്ക് ഇഷ്ടമാണോ? നിനക്കെന്നിൽ പ്രീതിയുണ്ടോ? ആ അസീസി പുണ്യവാനെ നോക്കി ആ കുരിശിൽ നിന്ന് കൈ പറിച്ചിട്ട് ഈശോയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞില്ലേ, ഒത്തിരി ഇഷ്ടമുണ്ടെന്ന്. അതുപോലെ ലഹരി പിടിപ്പിക്കുന്ന വ്യക്തിപരമായ കുരിശിന്റെ അനുഭവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കു പ്രിയപ്പെട്ടവരെ. അനോയിന്റിങ് എവിടെയാ നടക്കുക? നമ്മുടെ ജീവിതത്തില് ഇതുപോലെ വ്യക്തിപരമായ കുരിശ് തൊടുന്ന അനുഭവം ഉണ്ടാവണം. ലഹരിയാകണം കുരിശ്. നിന്റെ ജീവിതത്തിലെ സഹനങ്ങൾ ലഹരിയായി നിനക്ക് മാറണം. എന്തൊക്കെ സഹനങ്ങളുണ്ടോ? നിന്റെ ജീവിത പങ്കാളി നിന്നെ വേദനിപ്പിക്കുന്ന വ്യക്തിയാണോ? നിന്റെ മക്കളെ ഓർത്ത് നീ ഭാരപ്പെടുവാണോ? കഷ്ടപ്പെട്ടും അലച്ചിലും മാത്രം മിച്ചമുള്ളോ? ഈ സഹനം ഒരു ലഹരിയായി മാറുമ്പോ ഞാനും നീയും അറിയാതെ ആത്മാവ് നമ്മളിൽ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഒന്ന് പ്രണയിച്ചു തുടങ്ങിയ സഹനത്തെ വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പ്രാർത്ഥിച്ചില്ലേ? കർത്താവേ, ഈ സഹനത്തെ ഞാൻ ഒത്തിരി സ്നേഹിക്കുക. നിന്ന് തിരിയാൻ പോലും പറ്റാത്ത ഒരു കുഞ്ഞു സെല്ലിൽ ഇങ്ങനെ കിടക്കുമ്പോ, ആ സുപ്പീർ വീണ്ടും വീണ്ടും പീഡിപ്പിക്കുമ്പോ അവിടെ നിന്ന് ഒരു ഫ്രീഡം കിട്ടുമ്പോ യോഹന്നാൻ ക്രൂസ് പറയും, വേണ്ട കേട്ടോ, എനിക്ക് ഫ്രീഡം വേണ്ട, എനിക്ക് ഈ സെല്ലില് ഈ സുപ്പീറിന് കീഴിൽ തന്നെ കഴിഞ്ഞാൽ മതി. സഹനത്തെ പ്രണയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രിയപ്പെട്ട എത്രയോ വിശുദ്ധരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ, എന്നെയൊന്ന് ലഹരി പിടിപ്പിക്കണേ. എന്റെ പരിശുദ്ധാത്മാവേ, എന്നെയൊന്ന് ലഹരി പിടിപ്പിക്കണേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈ അനോയിന്റിങ് പ്രാർത്ഥനയില് ഞാനും നിങ്ങളും ചോദിക്കേണ്ടതാണ്, പരിശുദ്ധാത്മാവേ, എന്നെയൊന്ന് ലഹരി പിടിപ്പിക്കണേ. സഹനത്തിന്റെ ലഹരി എനിക്ക് തരണേ. എന്നെ വക്കോളം നിറയ്ക്കണേന്ന്
ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ചേ. നമ്മൾ 2 പ്രാർത്ഥന ഇപ്പൊ പഠിച്ചു. പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണം, പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ലഹരി പിടിപ്പിക്കണേന്ന് സഹിക്കാനുള്ള കൃപ, നമ്മുടെ സെൽഫിന് മരിക്കാനുള്ള ഒരു കൃപ കർത്താവേ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. നമുക്കൊരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ കൂട്ടായ്മയെ പ്രത്യേകം സമർപ്പിക്കാം. കർത്താവേ വലിയ അനോയിന്റിംഗ് പ്രണയം ഞങ്ങൾക്ക് തരണം. എല്ലാവർക്കും ആകട്ടെ. ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ ലഹരിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി 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 നന്ദി. ഈശോയെ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഈശോയെ നന്ദി. അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്വർഗത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണേ. പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ലഹരി പിടിപ്പിക്കണേ. എന്റെ പരിശുദ്ധാത്മാവേ കുരിശനെ സ്നേഹിക്കാൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ജീവിതത്തെ മുറിപ്പെടുത്തുന്ന വേദനകൾ ഉണ്ടെങ്കിൽ ആ കുരിശനെ ഒത്തിരി സ്നേഹിച്ചേ. നിങ്ങൾ ഈ കുരിശനെ സ്നേഹിക്കാൻ. എന്റെ ജീവിതാവസ്ഥയിൽ ഞാൻ കടന്നു പോകുന്ന ജീവിത സങ്കടങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ ഒരു ലഹരി തരണേ എന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ്. എന്റെ പരിശുദ്ധാത്മാവേ വലിയൊരു ലഹരി എനിക്ക് തരണേ പരിശുദ്ധാത്മാവേ. എന്റെ ജീവിതത്തെ അവിടുന്ന് മാറ്റിയെടുക്കണേ പരിശുദ്ധാത്മാവേ. ഒത്തിരി സ്നേഹിച്ച് ഹൃദയം കൊണ്ട് സ്നേഹിച്ച നിങ്ങൾ പരിശുദ്ധാത്മാവിനെ തൊട്ടു പ്രാർത്ഥിച്ച മക്കളെ, വ്യക്തിയായി കണ്ടു പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ തളർന്നു പോകുന്ന വീണു പോകുന്ന എന്നെ ഒന്ന് ചേർത്ത് പിടിക്കു പരിശുദ്ധാത്മാവേ. എന്നെ ഒന്ന് ശക്തിപ്പെടുത്തു പരിശുദ്ധാത്മാവേ. എന്നെ ഒന്ന് ഏറ്റെടുക്കണേ പരിശുദ്ധാത്മാവേ. സഹായിക്കണേ പരിശുദ്ധാത്മാവേ. ആലിംഗനം ചെയ്യണേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ 2 പ്രാർത്ഥന പഠിച്ചു. അതൊക്കെയാണ് പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണമേ, പിന്നെ പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ലഹരി പിടിപ്പിക്കണേ. ഇനി 3ാമത്തെ പ്രാർത്ഥനയാണ്. എഫെസൂസ് 1-ാം അധ്യായം 13-14 വചനങ്ങൾ. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനത്തില് 1-ാം അധ്യായം 13-14 വചനങ്ങൾ. അവിടെ എഴുതിയിരിക്കുകയാണ്: രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. നമ്മുടെ വചനം പറയുകയാണ്, നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? മുദ്രിതരായിരിക്കുന്നു, മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ. ഞാൻ ഒരു സ്ഥലം മേടിച്ചു, എൻ്റെ പേരിൽ ആധാരം എഴുതി സീല് ചെയ്താൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനകത്ത് അവകാശം ഉണ്ടാവുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് ഇല്ല. നിങ്ങൾക്ക് ആർക്കും അതിനകത്ത് അവകാശമില്ല. നിങ്ങൾക്ക് അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എത്ര നാൾ അത് നിങ്ങളുടേതാന്ന് പറഞ്ഞാലും നിങ്ങളുടേതാകുമോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനം പറയുകയാണ്, ഞാനും നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു, സീല് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ, എൻ്റെ കുടുംബത്തെ സീല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരുടേതാ? പരിശുദ്ധാത്മാവിൻ്റെതാണ്. വചനമാണ് പറഞ്ഞത്, വെറുതെ വ്യാഖ്യാനമല്ല. പരിശുദ്ധാത്മാവിൽ
നീ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോ നീ പരിശുദ്ധാത്മാവിൻ്റെതായി മുദ്ര ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും ഒക്കെ ആരുടേതാ? അത് നിന്റേതാ, നിന്റെ അവകാശപ്പെട്ടതാ, നിന്റെ സ്വന്തമാണ്, നിന്റെ സ്വന്തമാണ്. പരിശുദ്ധാത്മാവിന്റെ സ്വന്തമായി നീ മാറുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ സ്വന്തമാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എന്നെ തകർക്കുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? അന്ധകാര ശക്തികളെ ഞാൻ ഭയപ്പെടണോ? വേണ്ട. പരിശുദ്ധാത്മാവ് എന്നെ മുദ്ര ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. സ്വർഗത്തിന്റെ ആത്മാവേ, എന്നെ, എൻ്റെ കുടുംബത്തെ നിന്റേതായി എപ്പോഴും മുദ്ര ചെയ്യണമേ. എൻ്റെ മക്കളെ, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ ജോലി മേഖലകളെ, എൻ്റെ ബന്ധങ്ങളെ പരിശുദ്ധാത്മാവേ നിന്റേതായി മുദ്ര ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, സീല് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കണം. എന്നെ ചേർത്ത് പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഈ സീലിൽ നിന്ന് ആരും പോകത്തില്ല, ആർക്കും പോകാൻ പറ്റില്ല. പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് നിന്റേതായി സീല് ചെയ്യണമേ, എന്നെ നിന്റേതായി മുദ്ര ചെയ്യണമേ. എല്ലാ തിന്മയുടെ കെട്ടിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മളെ മോചിപ്പിക്കും. നമ്മൾ പ്രാർത്ഥിക്കേണ്ട മൂന്നാമത്തെ പ്രാർത്ഥനയാണ്, പരിശുദ്ധാത്മാവേ എന്നെ അങ്ങയുടേതായി മുദ്ര ചെയ്യണമേ. ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എന്നെ അങ്ങയുടേതായി മുദ്ര ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, അതിമനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, നമ്മൾ പറയും ചുറ്റോട് ചുറ്റും നമുക്ക് തിന്മയുടെ ശക്തികൾ, അടിക്കടി രോഗപീഠകള്, നമ്മുടെ കുടുംബത്തിൽ ഒന്നിനും ഉയർച്ചയില്ല, തകർച്ചകളാണ്, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥനാ നിയോഗങ്ങളാണ്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, ഇപ്പൊ നമ്മുടെ മക്കള് നമ്മൾ പറയുന്നത് പോലെ പോകില്ല. ചിലപ്പോഴൊക്കെ അവര് നമ്മളിൽ നിന്ന് ഒത്തിരി ദൂരേക്ക് യാത്ര ചെയ്യുന്ന കാണാൻ പറ്റും. ഇവരുടെ ബന്ധങ്ങള് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ മക്കളെ അവിടുന്ന് മുദ്ര ചെയ്യണം, അവരുടെ ബന്ധങ്ങളെ അങ്ങ് മുദ്ര ചെയ്യണം, അങ്ങ് അങ്ങയുടേതാക്കി സീല് ചെയ്യണം. തിന്മ ചെയ്യാൻ സ്വർഗം അവരെ അനുവദിക്കില്ല, കർത്താവിനെ വിട്ട് യാത്ര ചെയ്യാൻ അവരെ അനുവദിക്കില്ല. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സ്വന്തമായി മാറുമ്പോ നമുക്കിത് സാധിക്കും. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ പ്രാർത്ഥനയാണ്, പരിശുദ്ധാത്മാവെ എന്നെ അങ്ങയുടേതായി മുദ്ര ചെയ്യണമേ. പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണമേ. പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് ലഹരി പിടിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ എന്നെ അങ്ങയുടേതായി മുദ്ര ചെയ്യണമേ. അങ്ങയുടേതായി എന്നെ മുദ്ര ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അനോയിന്റിങ്ങിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ മുദ്ര ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക. പരിശുദ്ധാത്മാവിന്റെ മുദ്ര പതിക്കപ്പെടുന്ന വ്യക്തിയാണ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി സ്വർഗം അവരെ ഉപയോഗിക്കുക. ഇത് അനുഭവമാകണം. നമുക്ക് വചനം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത് എനിക്ക് അനുഭവമായി മാറണം. ഈ ലോകത്തിൽ എല്ലാവരെയും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാ കർത്താവ് മുദ്ര ചെയ്തിട്ടുണ്ട്. ഈ മുദ്ര ചെയ്യപ്പെട്ടത് ഞാൻ സ്വീകരിച്ച അനുഭവമായി മാറുന്നില്ലെങ്കിൽ ആ വചനം എനിക്ക് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ വചനം മുദ്ര ചെയ്യപ്പെട്ട ഒരു പ്രവർത്തനം എനിക്ക് അനുഭവമായി മാറണം. അതാണ് അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 29-ാമത്തെ വചനം. പരിശുദ്ധാത്മാവ് മുദ്ര ചെയ്ത പീലിപ്പോസ്. പരിശുദ്ധാത്മാവ് മുദ്ര ചെയ്ത പീലിപ്പോസിനെ കർത്താവ് ഇങ്ങനെ മുടിക്കുത്തിന് പിടിച്ചു കൊണ്ടുപോകും. പീലിപ്പോസിനെ കർത്താവ് പറഞ്ഞു, നീ കൊണ്ടുപോയി. പീലിപ്പോസിനോട് പറയുകയാണ്, നീ ചെന്ന് ആ രഥത്തോട് ചേർന്ന് അങ്ങ് നടന്നു. അപ്പൊ അത് രഥത്തിലിരിക്കുവാണ് എത്യോപ്യക്കാരൻ ഷണ്ടൻ. അവനൊന്നും അറിയത്തില്ല, ഈശോ ആരാന്നറിയത്തില്ല, ഈശോയെ കുറിച്ച് ഒന്നും അവൻ അറിയത്തില്ല, വിശ്വാസിയല്ല അവൻ ക്രിസ്ത്യാനിയല്ല. രഥത്തിന്റെ അടുത്തോട് കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് പറഞ്ഞു, അതിനോടങ്ങ് ചേർന്ന്. ഷണ്ടൻ രഥം നിർത്തി, പീലിപ്പോസിനെ രഥത്തിലോട്ട് കയറ്റിയിരുത്തി, വചനം പറഞ്ഞു കൊടുത്തു, സ്നാനപ്പെടുത്തി, യേശുവിന് വേണ്ടി അവനെ സാക്ഷിയാക്കി മാറ്റി. സുവിശേഷ വേല ഒരു വ്യക്തിക്ക് ചെയ്യണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കപ്പെടുന്ന വ്യക്തിപരമായ അനുഭവം ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ മുദ്ര പതിക്കപ്പെടുന്ന ഒരു വ്യക്തി അവന്റെ നടത്തം, അവന്റെ ഇരിപ്പ്, അവന്റെ യാത്ര, അവന്റെ വാക്ക്, അവന്റെ നോട്ടം, അത് മാനസാന്തരങ്ങൾക്ക് കാരണമാകും. ഇന്ന് എൻ്റെ കുടുംബത്തിൽ ഞാനെന്ന വ്യക്തിയുടെ വാക്കുകൾ സമാധാനക്കുറവിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ആത്മാവ് മുദ്ര ചെയ്യപ്പെട്ട അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല.
വചനം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വചനം എന്നിലേക്ക് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. ഞാനെന്ന വ്യക്തി എനിക്ക് മറ്റുള്ളവർക്കെല്ലാം മാനസാന്തരത്തിന് കാരണമാകണം പ്രിയപ്പെട്ടവരെ. ഇനി മറ്റൊരു വ്യക്തിപരമായ തലം കൂടി പറയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കുറവുകളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരുന്നില്ലെങ്കിൽ ഈ ഇന്റിമസി ഉണ്ടാകുന്നില്ല പ്രിയപ്പെട്ടവർ, ഈ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കും, പാടും, പരിശുദ്ധാത്മാവിന് ചിലപ്പോൾ 1000 തവണ നമ്മൾ പറയും പരിശുദ്ധാത്മാവിൻ വന്ന് നിറയാണ്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഷിവറിങ് ഒക്കെ ഉണ്ടായെന്നും വരും. പക്ഷെ അതല്ല, അതിനപ്പുറത്തൊരു ഇന്റിമസി എന്ന് പറയുമ്പോ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നീ യാത്ര ചെയ്യുമ്പോ, നീ നടക്കുമ്പോ, നീ ഇരിക്കുമ്പോ, നീ ജോലി ചെയ്യുമ്പോ ഈ ചെവിയിൽ പരിശുദ്ധാത്മാവ് പറയണം നിന്റെ കുറവുകളെ കുറിച്ച്. ഏത് വ്യക്തിയോട് പരിശുദ്ധാത്മാവ് ആത്മാവിൽ പറഞ്ഞു തരുന്നുണ്ടോ നിന്റെ കുറവ്, നീ എന്ന വ്യക്തി പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ്. നിനക്ക് യോഗ്യതയുണ്ട് ഇവാഞ്ചലൈസേഷൻ ചെയ്യാൻ, നിനക്ക് യോഗ്യതയുണ്ട് സുവിശേഷം പറയാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം ശ്രവിക്കുമ്പോ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഈ ഫലങ്ങളെല്ലാം ആദ്യം കിട്ടുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. എന്റെ കുറവുകൾ തിരിച്ചറിയുന്ന ഒരു ആത്മാവ് സംസാരിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറണം. പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണേ, എന്റെ പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണേ. ഇത് നമുക്ക് വേണം. അതാണ് യോഹന്നാൻ 14:14 വചനം പറഞ്ഞു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിന്നോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സഹായകൻ എന്താ ചെയ്യും? നമ്മുടെ കൂടെ നടന്ന് ഞാനെന്ന വ്യക്തിയെ രൂപപ്പെടുത്തുകയാണ്, ഞാനെന്ന വ്യക്തിയുടെ നടത്തത്തെ മാറ്റിയെടുക്കുകയാണ്, എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുന്നത് എനിക്ക് മാനസാന്തരങ്ങൾ ഉണ്ടാകാനാ പ്രിയപ്പെട്ടവരെ. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയും മറ്റൊരാൾക്ക് മാനസാന്തരം കൊടുക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനെന്ന വ്യക്തിക്ക് ഒരു മാനസാന്തരം ഉണ്ടാകണം. എൻ്റെ ചില ബോധ്യങ്ങൾ മാറാനുണ്ട്, എൻ്റെ ചില വാക്കുകൾ മാറാനുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും അനുതാപത്തിന്റെ മാനസാന്തരത്തിന്റെ വഴിയിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവുമായുള്ള കൂട്ട് നമുക്കുണ്ടാവുക. ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഒരാളെ നമ്മളെ തിരുത്തണ്ട, പരിശുദ്ധാത്മാവ് തിരുത്തും നമ്മളെ. പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. ഒത്തിരി ഇഷ്ടമുള്ള ഒരു മനുഷ്യനുണ്ട് എനിക്ക്, നല്ല കൃപയുള്ള ഒരു മനുഷ്യൻ. മാർച്ച് മാസം 19-ാം തീയതി അദ്ദേഹം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ പാളിച്ച വന്നിട്ടുണ്ട്. സ്വന്തം ഭാര്യയേക്കാൾ അധികമായി മറ്റൊരാളെ സ്നേഹിച്ചു തുടങ്ങിയ ഒരു സമയമാണ്. ചെറിയ ഫോൺ ബന്ധങ്ങള്, കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു തലത്തിലേക്കൊക്കെ എത്തിയൊരു സമയം. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി, ബൈബിള് വായിക്കുന്ന വ്യക്തി ഒക്കെയാണ്. പക്ഷെ ഇദ്ദേഹത്തിന് അറിയാം ഈ ബന്ധം ശരിയാണ്, പക്ഷെ മാറ്റാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഭാര്യയോട് കള്ളം പറയുകയാണ്, നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. കള്ളം പറഞ്ഞിട്ട് അദ്ദേഹം കുർബാനയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. കുർബാനയിൽ പങ്കെടുത്തിട്ട് വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകണം. ഞായറാഴ്ച ദിവസമാണ്. ചെന്ന് കുർബാനയിൽ പങ്കെടുത്ത് വൈകുന്നേരം കുർബാനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വൈകുന്നേരം നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഈ സ്ത്രീയുടെ അടുത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്, കുറച്ചു നേരം പോയി ഇരിക്കണം. ആ ഒരു അവസ്ഥയോടെ അദ്ദേഹം അവിടെ പോവുകയാണ്. അപ്പൊ കുർബാനയ്ക്ക് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയല്ലെന്ന്. പക്ഷേ ഈ ഒരു ആഗ്രഹത്തെ, ഈ ശരീരത്തെ തൃഷ്ണയെ വേണ്ടെന്ന് വെക്കാനൊന്നും അദ്ദേഹത്തിന് പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ആഗ്രഹമെല്ലാം മനസ്സിൽ വെച്ച് ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ തന്നെ അവിടെ ആയിരിക്കുമ്പോ ബൈബിള് വായിക്കുകയാണ്. പുരോഹിതൻ വിശുദ്ധ കുർബാന മധ്യേ ബൈബിൾ എടുത്തിട്ട് വായിക്കുന്ന വചനഭാഗം ഇപ്രകാരമാണ്: ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഈ വചനം ബലിപീഠത്തിൽ അച്ഛൻ വായിക്കുന്ന സമയത്ത് ഈ വചനം ജനങ്ങളിലേക്ക് എത്തുമ്പോ ഇദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഒരു തീക്കട്ട പോലെ വന്നിറങ്ങി. ഇദ്ദേഹത്തോട് പറയുകയാണ്, ഇത്ര ഈ വചനം ഞാൻ കേട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പൊട്ടി പൊട്ടി കരയുകയാണ് ഞാൻ. എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടി ഈശോ പറഞ്ഞ വചനമാണ്. ആ നിമിഷം ഞാൻ ഒരു തീരുമാനമെടുത്തു, ഈ ബന്ധം ഉപേക്ഷിക്കാൻ. ഞാൻ ഇറങ്ങിയിട്ട് എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ജോലി ക്യാൻസൽ ചെയ്ത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഇന്നലെ വരെ, നാളത്തെ കാര്യം എനിക്കറിയില്ല, ഇന്നലെ വരെ അദ്ദേഹം ആ തെറ്റിലേക്കോ ആ കൂട്ടിലേക്കോ പോയിട്ടില്ല. ഇത് നിങ്ങളോട് പറയുമ്പോ മറ്റൊരാൾ വന്ന് നമ്മുടെ തെറ്റ് തിരുത്തുമ്പോ നമുക്ക് വേദന തോന്നും. എന്നാൽ ഈശോ
തന്റെ വചനം കൊണ്ട് പരിശുദ്ധാത്മാവിൽ ജ്വലിച്ചു നിൽക്കുമ്പോ നമ്മളോട് സംസാരിച്ച് നമ്മളെ തിരുത്തുമ്പോ നമ്മൾ വേദനിക്കില്ല പ്രിയപ്പെട്ടവരെ. ഈശോ തിരുത്തുന്ന, പരിശുദ്ധാത്മാവ് തിരുത്തുന്ന വ്യക്തിപരമായ ആത്മീയ അനുഭവം നമുക്ക് വേണ്ടത്. എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് തിരുത്തുന്ന ഒരു അനുഭവം ഉണ്ടാവണം. പരിശുദ്ധാത്മാവേ എന്നെ തിരുത്തണേ എന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് പറഞ്ഞു തരണേ എൻ്റെ കുറവ്. അനോയിന്റിങ് എന്ന് പറയുന്നത് അതാണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിനോട് ഈ ഒരു കൃപ നമുക്ക് ചോദിക്കാം. പരിശുദ്ധാത്മാവേ എന്നെ നിന്റേതായി മുദ്ര ചെയ്യുമ്പോ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ യോഗ്യമാക്കുന്നത് പോലെ തന്നെ ഞാനെന്ന വ്യക്തിയിൽ മാനസാന്തരങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആത്മാവേ എന്നെ മുദ്ര ചെയ്യണം. എൻ്റെ കുടുംബത്തെ അവിടുന്ന് മുദ്ര ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് മുദ്ര ചെയ്യണം. അതാണ് യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ വചനം. സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പൂർണ്ണതയാണ് നമുക്ക് വേണ്ടത്. ഞാൻ എന്ന വ്യക്തിയുടെ കുറവുകളെ തിരിച്ചറിയുന്ന, സ്വർഗത്തിന്റെ കൃപയുടെ വിശുദ്ധിയുടെ പരിമളം പരത്തുന്ന ആ പരിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നമുക്ക് യാത്രയാകണം. എൻ്റെ കുറവുകൾ തിരിച്ചറിയുമ്പോൾ അവന്റെ പരിശുദ്ധി എന്നിലേക്ക് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. എനിക്ക് കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ പരിശുദ്ധി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരായി, ഒരു ഇന്റിമസിയുള്ള കൂട്ടുകാരായി നമുക്ക് മാറാം. അതിനുള്ള കൃപ ഞാൻ എന്ന വ്യക്തിയെ എന്നിൽ തന്നെ എൻ്റെ സെൽഫിനോട് മരിച്ച്, ഞാൻ എന്ന വ്യക്തി കുരിശിലെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയായി മാറി, ഞാൻ എന്ന വ്യക്തി എൻ്റെ കുറവുകളെ തിരിച്ചറിയുന്ന, എൻ്റെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ കൊണ്ട് ജ്വലിക്കുന്ന ഒരു വ്യക്തിയായി മാറുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ കൂട്ട് നമുക്കുണ്ടാകും. ഈ ടച്ച് നമുക്കുണ്ടാകും. നമുക്ക് ആ കൈപിടിച്ച് യാത്ര ചെയ്യാം. ആത്മാവിന്റെ വരങ്ങളിലേക്കൊരു നോട്ടമല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ കൂട്ടിലേക്കൊരു നോട്ടം. എത്രമാത്രം കഴിഞ്ഞ വർഷത്തെ പ്രയറിനേക്കാൾ ഈ വർഷം ഞാൻ ഈ പ്രയർ അറ്റൻഡ് ചെയ്യുമ്പോൾ, ഈ പെന്തക്കോസ്ത് ദിനത്തിലേക്ക് ഞാൻ നടന്നെടുക്കുമ്പോൾ എത്രമാത്രം ഒരു കൂട്ട് എനിക്കുണ്ടായിട്ടുണ്ട്, എത്രമാത്രം എൻ്റെ ബന്ധം വളർന്നിട്ടുണ്ട്. എന്നോട് സംസാരിക്കുന്ന, എനിക്ക് കാണിച്ചു തരുന്ന ഒരു പരിശുദ്ധാത്മാവിനെ എനിക്ക് കൂട്ട് കിട്ടിയോ പ്രിയപ്പെട്ടവരെ? നമ്മളൊക്കെ, ഞാനും നിങ്ങളൊക്കെ ഓക്കെയാന്നാ. ആർക്കും നമ്മുടെ കുറവുകൾ പറയുന്ന ഇഷ്ടമല്ല. നമുക്കത് പോരാ. നമുക്കുണ്ടാകുന്ന കുറവുകൾ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൽ തിരുത്തപ്പെടുന്ന ഒരു പ്രിയപ്പെട്ട മകനായി, മകളായി മാറാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് കരങ്ങൾ കുട്ടിപ്പിടിച്ച് നമുക്ക് അല്പനേരം ആരാധിക്കാം. ഈശോയുടെ സന്നിധിയിൽ നമ്മളെല്ലാവരെയും ചേർത്ത് വെച്ച് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയപ്പെടുവാൻ, എൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് വന്ന് നിറയണേ. പരിശുദ്ധാത്മാവേ എല്ലാവരും ഇരിക്കുന്നിടത്ത് തന്നെ കണ്ണുകൾ അടച്ച് കരങ്ങൾ കുട്ടിപ്പിടിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ വന്ന് ശക്തമായി പൊതിയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ കൂട്ടായ്മയിൽ ഒരു മനസ്സോടെ ആയിരിക്കുകയാണ്. കർത്താവിനോട് നമ്മൾ ചോദിക്കുന്നത് ഇതാണ്: പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ആലിംഗനം എനിക്ക് വേണം, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കൂട്ട് എനിക്ക് വേണം. എൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ എനിക്ക് കൃപ തരണം, എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായി ഒരിക്കൽ കൂടി എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ചേ. വലിയ കൃപ നിറയട്ടെ ഈ കൂട്ടായ്മയിലേക്ക്, വലിയൊരു അഭിഷേകം ഉണ്ടാവട്ടെ. ഹൃദയം, മനസ്സാത്മാവ്, ശരീരമെല്ലാം അങ്ങേതാക്കി മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണേ പരിശുദ്ധാത്മാവേ. നമ്മളുടെ മനസ്സുകളെ സമർപ്പിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. മിനിസ്ട്രിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ സന്നിധിയില് ആ മഗ്ദലന മറിയം വരുന്നത് പോലെ
നമുക്കെല്ലാം ഈശോയുടെ മുമ്പിൽ ഒന്നിരിക്കാം. ഈശോ പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈശോയെ, എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുകയാണ് കർത്താവെ, പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാവരും ഈ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ഒന്ന് ശാന്തമായിരുന്നേ, കണ്ണുകൾ അടച്ച് ഈശോയോടൊന്ന് ചോദിച്ചേ, ഈശോയെ, ഞാൻ ഇങ്ങനെ ആയാൽ മതിയോ? ഈശോയെ, ഈ ഒരു അഭിഷേകം മതിയോ എന്നില്? എവിടെയാണ് ഈശോയെ ഞാൻ മാറേണ്ടത്? ഓരോരുത്തരും ഈശോയോട് ചോദിക്കട്ടെ. നിന്നെ കാണുന്നൊരു കർത്താവുണ്ട്. മറ്റുള്ളവർ കാണുന്നതിനപ്പുറത്ത് 1000 മടങ്ങ് സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകളോടെ നിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന ഒരു ഈശോയുണ്ട്. മകനെ, മകളെ, ഈശോയെ, നീ എന്നെ കാണുന്നുണ്ടല്ലോ ഈശോയെ. ഞാൻ ഇത്രയേ ഉള്ളൂ ഈശോയെ, ഇത്രേ മാത്രമേ ഉള്ളൂ കർത്താവെ. കുറവുള്ള ആത്മാവിന്റെ ശൂന്യതയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തരണേന്ന്, പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചോദിക്കുക, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈശോ പറഞ്ഞില്ലേ, നിന്നോട് കുടിക്കാൻ തരിക എന്ന് ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കും, അവൻ നിനക്ക് ജീവജലം തരും. ചോദിച്ചേ മക്കളെ, ഈശോയെ, ആത്മാവിനാൽ എന്നെ നിറയ്ക്കണേ ഈശോയെ, ആത്മാവിനാൽ എന്നെ നിറയ്ക്കണേ ഈശോയെ. ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈശോയോട് സ്നേഹമുണ്ട്, എനിക്കും ഈശോയോട് സ്നേഹമുണ്ട്. ഈ ഒരു സ്നേഹം ഇതേ അളവിൽ മതിയോ നമുക്ക്? ഞാനും നിങ്ങളും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ഇനിയും മാറി മാറി വരാനുണ്ടെങ്കിൽ അത് ഈശോയ്ക്കൊന്ന് കാണിച്ചു കൊടുത്തേ. ഈശോയെ, എൻ്റെ ഈ ഒരു അവസ്ഥ, എൻ്റെ ഈ ഒരു തലം, കർത്താവേ, എനിക്ക് വീഴ്ചയുണ്ട് ഈശോയെ. ചില പൊട്ടലുകള്, ചില വിള്ളലുകള്, ചില നിരാശകള്, ചില വേദനിപ്പിക്കുന്ന ഓർമ്മകളൊക്കെ എനിക്കുണ്ട്. കർത്താവേ, എന്നെ ഒന്ന് തൊടണേ എന്ന് പ്രാർത്ഥിച്ചേ മക്കളെ. ഈശോ, എന്നെ ഒന്ന് തൊടണേ. നിങ്ങളെല്ലാം ഈശോയെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക. എല്ലാവരും ഈ ലോകത്തിൽ മറ്റെല്ലാവരെക്കാൾ അധികമായി, ഈ ലോകത്തിലെല്ലാ വസ്തുക്കളെക്കാൾ അധികമായി നിന്റെ ഹൃദയം കൊടുത്ത്, ഈശോ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നെന്ന് എല്ലാ മക്കളും ഈശോയോട് പറയട്ടെ. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ ഒത്തിരി സ്നേഹിക്കുന്നു ഈശോയെ, ഒത്തിരി സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. നമ്മുടെ എല്ലാം ഹൃദയ ഈശോയ്ക്ക് കൊടുത്തേ. നിങ്ങൾ എത്രമാത്രം ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്രമാത്രം നമുക്ക് കൊതിക്കാം, നമുക്ക് പറയാലോ, ഈശോയെ, ഈ ലോകത്തിൽ എല്ലാ വിശുദ്ധരെക്കാൾ അധികമായി നമുക്ക് ഈശോയെ സ്നേഹിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം മൊത്തം ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയെ, പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കണം ഈശോയെ, അതെന്റെ ആഗ്രഹമാണ് ഈശോയെ. അതിനുള്ള ഒരു കൃപ എനിക്ക് വേണം, ഒരു കൂട്ട്. ഞാൻ തനിച്ചായിരിക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥകളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചില ഒറ്റപ്പെടലുകളുണ്ട്, ചില ആരുമറിയാത്ത സങ്കടങ്ങളുണ്ട്. അതെല്ലാം ഈശോയ്ക്ക് കൊടുക്ക്. ഈശോയെ, എൻ്റെ ജീവിതത്തിന്റെ ഈ ഒറ്റപ്പെടലില്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്ന അവസ്ഥകളില്, ഈശോ, എനിക്ക് നിന്റെ സ്നേഹം തരണേ ഈശോയെ.
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, ഈശോ ഇരിക്കുക. ഈശോയുടെ അടുത്തോട്ട് ഓടിക്കേറി വരുന്ന എത്രയോ കുഞ്ഞുങ്ങളാ. ഈശോയുടെ മടിയിൽ കയറിയിരിക്കും, താടിയിരിക്കും, ഈശോയെ തൊടും. നമുക്കും വേണം ആ ഒരു അനുഭവം. നിന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളിൽ അവന്റെ തുളവീണ കൈകളിൽ ഒന്ന് തൊടാനുള്ള ഒരു കൃപ, ഒരു ബലം, ഒരു ശക്തി, അതൊക്കെ എല്ലാവരും ഈശോയോട് ചോദിക്കും. എന്തൊക്കെയാ നിങ്ങൾക്ക് വേണ്ടത്? അതെല്ലാം ഇപ്പൊ ചോദിച്ചേ. നിങ്ങളുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് വെക്കും. ഈശോയോട് പറ, അഭിഷേകം വേണമെങ്കിൽ അഭിഷേകം. ചിലപ്പോൾ ജീവിതത്തിലെ കുടുംബജീവിതത്തിൽ ചില വേദനകൾ ഉണ്ടാകും. മക്കളെ ഓർത്തുള്ള വേദനകൾ, രോഗപീഠകള്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകും. അതെല്ലാം കൊടുക്കുക. ഇതിനെല്ലാം മുകളിലേക്ക് ദൈവകൃപയൊഴുകിയിറങ്ങാൻ, ഈശോയെ എന്നെ തള്ളിക്കളയല്ലേ എന്ന് പ്രാർത്ഥിച്ച് ആ സാംസൺ പ്രാർത്ഥിച്ചില്ലേ? അവന്റെ 2 കണ്ണും തുറന്ന് അവന്റെ കൈകളും കാലുകളും ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് അവനെ എല്ലാവരും പരിഹസിക്കുക. കുറവുള്ളവനായിരുന്നു അവൻ, ഈശോ ദൈവത്തെ വേദനിപ്പിച്ചവനുമാ. എന്നിട്ടും അവൻ പറഞ്ഞു, കർത്താവേ എന്നെ ഒന്ന് ഓർക്കണേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, എന്നെ ശക്തിപ്പെടുത്തണമേ. ഇങ്ങനെയാണ് സാംസൺ പ്രാർത്ഥിച്ചത്. ഇപ്രാവശ്യം കൂടി നീ എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണേ. നമുക്കെല്ലാവർക്കും ഈശോയോട് പറയും, ഈശോയെ എന്നെ ഒന്ന് ഓർക്കണേ, എനിക്ക് വന്നുപോയ ഒത്തിരി കുറവുകളുണ്ട്. ഞാൻ ഓരോ പ്രാവശ്യം എടുക്കുന്ന തീരുമാനങ്ങളിലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഈശോയെ ഇപ്പൊ എന്നെ ഓർക്ക് കർത്താവേ, എന്നെ ഒന്ന് ശക്തിപ്പെടുത്തുക കർത്താവേ. സാംസൺ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുക. അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ട് 2 കരങ്ങളും ആ തൂണിലേക്ക് ചേർത്ത് വെച്ച് ആഞ്ഞു വലിച്ചപ്പോ വചനം എഴുതി വെച്ചിരിക്കുക, അവൻ ജീവിച്ചിരുന്നപ്പോൾ നശിപ്പിച്ച ശത്രുക്കളെക്കാൾ അധികമായി തന്റെ മരണത്തിലൂടെ അവൻ അവരെ നശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ശക്തി, ഇന്നോളം കിട്ടാത്ത ഒരു അഭിഷേകത്തിന്റെ കൃപ നമ്മളിലേക്ക് നിറയപ്പെടാൻ ദിവികാരുണീശോയുടെ സന്നിധിയിലേക്ക് നിന്റെ ജീവിതത്തെ ചേർത്ത് വെച്ച് സ്വർഗമേ എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കൾക്കും ഈ സമയം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ഈശോയെ സഹിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വിശുദ്ധി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നന്ദി. എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. വികാരണീശോ ഈ പ്രഭാതത്തിൽ നമ്മുടെ അടുക്കൽ വന്ന് ഇന്ന് ദിവസം മുഴുവൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ആലിംഗനം ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ലഹരി പിടിപ്പിക്കട്ടെ, നമ്മളെ മുദ്ര ചെയ്യട്ടെ. അതിനായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ കൃപാവരങ്ങൾക്കും ചോദിച്ചുകൊണ്ട് നമ്മളെ തന്നെ ദിവ്യകാരുണ്യീശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ ഇന്നേരവും സ്തുതി ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ ഇന്നേരവും
പാലിച്ച രാജാവേ, സ്തുതി ആരാധന. പാപികളെ അലിവാൽ ചേർത്തു വെച്ചോരിടയാ, സ്തുതി ആരാധന. രോഗികൾക്കു സൗഖ്യം നൽകിയ നല്ലിടയാ, സ്തുതി ആരാധന. ആരാധന 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 ആരാധന. വഴിയും സത്യവും ജീവനുമാമേശുവേ, സ്തുതി ആരാധന. ലോകത്തിൻ്റെ ദീപമേ, ഭൂമി തൻ ലവണമേ, സ്തുതി ആരാധന. ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയ ഗുരുവേ, സ്തുതി ആരാധന. സ്നേഹത്തിൻ പ്രമാണം പകർന്ന സദ്ഗുരുവേ, സ്തുതി ആരാധന. ആരാധന 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 ആരാധന. ഗത്സമനി തന്നിൽ രക്തം വിയർത്തവനേ, സ്തുതി ആരാധന. ശിഷ്യന്മാരാൽ പോലും തിരസ്കൃതനായവനേ, സ്തുതി ആരാധന. മാംസമറ്റിടുവോളം ചമ്മട്ടിയടിയിട്ടവനേ, സ്തുതി ആരാധന. മുൾമുടി തന്നവഹേളനം ശാന്തനായി സഹിച്ചവനേ, സ്തുതി ആരാധന. ആരാധന 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 ആരാധന. എൻ പാപങ്ങൾ പോക്കാൻ കുരിശു ചുമന്നവനേ, സ്തുതി ആരാധന. 3 വട്ടം കുരിശാൽ വീണു പിടഞ്ഞവനേ, സ്തുതി ആരാധന. കുരിശിന്റെ മാറിൽ തറയ്ക്കപ്പെട്ടവനേ, സ്തുതി ആരാധന. ചിന്നിടം വാർന്ന് കുരിശിൽ മരിച്ചവനേ, സ്തുതി